സ്വാഗതം ടോപ് 10ലേക്ക്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഹൈക്കോടതി ഉന്നയിച്ച സംശയങ്ങൾ ശരിവെക്കുന്ന തരത്തിലാണ് ഇന്നുണ്ടായ സുപ്രധാന വെളിപ്പെടുത്തലുകൾ. ശബരിമലയിലെ അമൂല്യമായ പലതും നാടും കടലും കടന്നുപോയിട്ടുണ്ടോ? കവർച്ചയുടെ വാൾമുന കൂടുതൽ രാഷ്ട്രീയ മേഖലയിലെ ഉന്നതരിലേക്കടക്കം എത്തുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ ആ എത്തുന്നതിന് മുൻപ് അന്വേഷണത്തെ അട്ടിമറിക്കാൻ SITയെ സമ്മർദ്ദത്തിലാക്കുന്നത് ആരാണ്? നേരറിയാൻ CBI എത്തിയാൽ ഇങ്ങനെ ഉത്തരം കണ്ടെത്തേണ്ട ചോദ്യങ്ങൾ നിരവധിയാണ്. ഒപ്പം ഇന്ന് സംസ്ഥാനത്ത് SIRൽ ആദ്യ കരട് വോട്ടർ പട്ടിക പുറത്തു വന്നപ്പോൾ പടിക്ക് പുറത്തായവർ 1.25 ലക്ഷത്തോളമാണ്. സ്വർണ്ണവിലയും ഇന്ന് ലക്ഷം കടന്നു. വിശദമായ റിപ്പോർട്ടുകളൊക്കെ നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. സംസ്ഥാനത്ത് SIR കരട് പട്ടിക പ്രസിദ്ധീകരിച്ചു. 24,08,503 പേർ പട്ടികയ്ക്ക് പുറത്ത്. 6.5 ലക്ഷം പേരെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. കരട് പട്ടിക രാഷ്ട്രീയ പാർട്ടികൾക്ക് കൈമാറി. ഇന്നു മുതൽ ജനുവരി 22 വരെ പരാതി നൽകാം. പരാതി പരിശോധിക്കാൻ 1000ഓളം ഉദ്യോഗസ്ഥരെന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി വിദേശ വ്യവസായി. 4 പഞ്ചലോഹ വിഗ്രഹങ്ങൾ കടത്തിയെന്നും വാങ്ങിയത് പുരാവസ്തു കടത്ത് സംഘാംഗമായ ചെന്നൈ സ്വദേശിയെന്നും മൊഴി. കോടതി നിർദ്ദേശിച്ചാൽ സ്വർണ്ണക്കൊള്ള കേസ് അന്വേഷിക്കാൻ തയ്യാറെന്ന് CBI ഹൈക്കോടതിയിൽ. അന്വേഷണത്തിൽ SITയുടെ മേൽ സമ്മർദ്ദമെന്ന് VD സതീശൻ. പിടിയിലായ പ്രതികളെ CPMന് ഭയമെന്ന് രമേശ് ചെന്നിത്തല. അഴിമതി കേസിൽ പ്രതിയായ ജയിൽ DIG MK വിനോദ് കുമാറിന് സസ്പെൻഷൻ. ആഭ്യന്തര വകുപ്പ് നടപടി. റിപ്പോർട്ട് നൽകി 4 ദിവസത്തിനു ശേഷം തടവുകാരിൽ നിന്ന് കൈക്കൂലി വാങ്ങിയെന്ന് കണ്ടെത്തി. എറണാകുളത്ത് ഗർഭിണിയെ മർദ്ദിച്ച സംഭവത്തിൽ നടപടി വൈകിയെന്ന് DGP. കൊച്ചി മേയർ സ്ഥാനം ലഭിക്കാത്തതിൽ കടുത്ത അതൃപ്തി അറിയിച്ച് ദീപ്തി മേരി വർഗീസ്. KPCCക്ക് പരാതി നൽകി. മേയർ സ്ഥാനം VK മിനിമോളും ഷൈനി മാത്യുവും പങ്കിടും. ആദ്യ 2.5 വർഷം മിനിമോളും പിന്നീട് ഷൈനി മാത്യുവും മേയറാകും. വേണ്ടത്ര പരിഗണന ലഭിച്ചില്ലെന്ന് മുസ്ലിം ലീഗും. ക്രിസ്മസ് ആഘോഷങ്ങൾക്കിടയിലെ അക്രമങ്ങളിൽ ആശങ്ക അറിയിച്ച് കാത്തലിക് ബിഷപ്പ് കൗൺസിൽ ഓഫ് ഇന്ത്യ. ക്രിസ്മസ് ഭീഷണിയുടെ നിഴലിലെന്നും അമിത് ഷാ ഇടപെടണമെന്നും CBCI. BJPയുടെ യഥാർത്ഥ മുഖം പുറത്തുവരുന്നുവെന്ന് KC വേണുഗോപാൽ. യഥാർത്ഥ വിഷയങ്ങളിൽ പ്രതികരിക്കാതെ കോൺഗ്രസ് വടക്ക് നോക്കി യന്ത്രമായി എന്ന് ഷോൺ ജോർജ്. ഒരു ലക്ഷം കടന്ന് സ്വർണ്ണവില. ഒരു പവന് 1,01,600 രൂപ. ഇന്ന് കൂടിയത് 1,760 രൂപ. ഇനിയും വില ഉയരുമെന്ന് വിദഗ്ധർ. ഓഹരി വിപണിയിലെ ഇടിവും രൂപയുടെ മൂല്യം കുറഞ്ഞതും വില കൂടാൻ കാരണം. ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ ആശങ്കയായി വീണ്ടും പക്ഷിപ്പനി. 20,000ഓളം താറാവുകളെ കൊന്നൊടുക്കാൻ നിർദ്ദേശം. കർഷകർ ആശങ്കയിൽ. രണ്ടാം 2020-ൽ ശ്രീലങ്കയെ തകർത്ത ഇന്ത്യൻ വനിതകൾ. ജയം. 49 പന്ത് ബാക്കി നിൽക്കെ ഷഫാലി വർമ്മയ്ക്ക് അർദ്ധ സെഞ്ചുറി. വാളയാർ ആൾക്കൂട്ട കൊലപാതകത്തിൽ SC/ST വകുപ്പുൾപ്പെടെ ഗുരുതര വകുപ്പുകൾ ചുമത്തി പോലീസ്. അട്ടപ്പള്ളം സ്വദേശികളായ വിനോദും ജഗദീഷും അറസ്റ്റിൽ. ഇതുവരെ അറസ്റ്റിലായത് 7 പേർ. സ്റ്റോറി ഓഫ് ദ ഡേ. പൂത്തുലഞ്ഞ് മണിമുല്ല പൂങ്കാവനം. വിസ്മയ റിപ്പോർട്ടുകളിലേക്കാണ്. സംസ്ഥാനത്ത് സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികളുടെ സുപ്രധാന ഘട്ടം പൂർത്തിയാക്കി. ആദ്യ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. 25 ലക്ഷത്തിനടുത്ത ആളുകളാണ് കേരളത്തിലെ ഒഴിവാക്കപ്പെട്ടവരുടെ പട്ടികയിലുള്ളത്. കൃത്യമായി പറഞ്ഞാൽ 24,08,503 പേർ പട്ടികയ്ക്ക് പുറത്താണ്. 1.25 ലക്ഷത്തോളം പേർ വോട്ടർ പട്ടികയിൽ നിന്ന് മാറി നിൽക്കുന്നു എന്നത് അങ്ങേയറ്റം ഗൗരവതരമായ കാര്യമാണ്. അതിന് ചില സുപ്രധാന ഘടകങ്ങൾ കാരണമായിട്ടുമുണ്ട്. എന്തായാലും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ കേൽക്കർ വ്യക്തമാക്കിയിട്ടുണ്ട്. കരട് പട്ടിക രാഷ്ട്രീയ പാർട്ടികൾക്ക് കൈമാറിയിട്ടുണ്ട്. ഇന്നു മുതൽ ജനുവരി 22 വരെ പരാതി നൽകാം. പേര് ഉൾക്കൊള്ളിക്കും. വോട്ടേഴ്സിന്റെ കണക്കെന്ന് പറയുന്നത് 2,78,50,50,1
855. ഇതായിരുന്നു 27-ാം തീയതി ഒക്ടോബർ 2025 കൂടി നമ്മൾ ഫ്രീസ് ചെയ്ത ലിസ്റ്റ്. 2002 ശേഷം കേരളത്തിൽ ആദ്യമായാണ് സമഗ്രമായ രീതിയിൽ വോട്ടർ പട്ടിക പുതുക്കുന്നത്. 2,54,42,352 വോട്ടർമാരാണ് കരട് പട്ടികയിൽ ഇടം നേടിയത്. 24,08,503 പേർ ഒഴിവാക്കപ്പെട്ടു. ഇതിൽ 6,49,000 പേർ മരിച്ചവരാണ്. 6,45,000 പേരെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. 8,16,000 പേർ താമസം മാറിയിട്ടുണ്ട്. അതേസമയം പേര് ചേർക്കേണ്ടവർക്കോ പരാതിയുള്ളവർക്കോ ഇന്നു മുതൽ ജനുവരി 22 വരെ സമയമുണ്ട്. പരാതികൾ പരിഹരിക്കാൻ സംസ്ഥാനത്ത് 1000-ഓളം ഉദ്യോഗസ്ഥരെ വിന്യസിച്ചതായും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു. ഒരു 1000 ഉദ്യോഗസ്ഥരെ നമ്മൾ ഇതിനു വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിലെ AROമാർ, EROs അടക്കം എല്ലാ ഉദ്യോഗസ്ഥരുടെ എണ്ണം ഏകദേശം ഒരു 1000 ആൾക്കാർ ഉണ്ടാവും. പരാതികൾ തീർപ്പാക്കുന്നതിനുള്ള സമയപരിധി ഫെബ്രുവരി 14 ഫെബ്രുവരി 21 അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കും. അതേസമയം സമയപരിധി നീട്ടി നൽകാനാകില്ലെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംസ്ഥാനത്തെ അറിയിച്ചതായും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വ്യക്തമാക്കി. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഹൈക്കോടതി മുൻപ് മുന്നോട്ട് വെച്ച സംശയങ്ങൾ ശരിവെക്കുന്ന ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് ഇന്നുണ്ടായത്. ശബരിമല സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തുവരുന്നതിന് മുൻപ് തന്നെ അവിടെ നിന്നും 4 പഞ്ചലോഹ വിഗ്രഹങ്ങൾ കടത്തിയെന്നാണ് നിർണായകമായ മൊഴി. രമേശ് ചെന്നിത്തല SITക്ക് നൽകിയ മൊഴിയിൽ ഒരു വ്യവസായിയെക്കുറിച്ച് പരാമർശിച്ചിരുന്നു. അദ്ദേഹമാണ് ഈ പുരാവസ്തു കടത്തിനെക്കുറിച്ചും 4 പഞ്ചലോഹ വിഗ്രഹങ്ങൾ വാങ്ങിയ ചെന്നൈ സ്വദേശിയായ D മണി എന്നയാളെക്കുറിച്ചും വെളിപ്പെടുത്തിയിരിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നിൽ പുരാവസ്തു കടത്താണ് എന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയിരുന്നു. ഇതിന് പിന്നാലെ ചെന്നിത്തല സൂചിപ്പിച്ച വ്യവസായിയുടെ കൂടി മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തി. ശബരിമലയിലെ പഞ്ചലോക വിഗ്രഹങ്ങൾ കടത്തിയെന്നുള്ള ഞെട്ടിക്കുന്ന വിവരമാണ് വ്യവസായിയിൽ നിന്നും പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നത്. ശബരിമലയിലെ 4 പഞ്ചലോക വിഗ്രഹങ്ങൾ കടത്തിയതായാണ് ഇയാൾ മൊഴി നൽകിയിരിക്കുന്നത്. ഇത് വാങ്ങിയിരിക്കുന്നത് തമിഴ്നാട് ചെന്നൈ സ്വദേശിയായ D മണി എന്ന ആളാണെന്നും വ്യവസായി മൊഴി നൽകിയിട്ടുണ്ട്. 2019-20 കാലഘട്ടത്തിലാണ് വിഗ്രഹങ്ങൾ കടത്തിയതായി പറയുന്നത്. D മണി പുരാവസ്തു കടത്ത് സംഘത്തിന്റെ ഭാഗമാണെന്നാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്ന സൂചന. 2020 ഒക്ടോബർ 26 തിരുവനന്തപുരത്ത് വെച്ചായിരുന്നു പണം കൈമാറിയത്. D മണി നേരിട്ടെത്തിയായിരുന്നു പണം നൽകിയത്. ശബരിമലയുമായി അടുത്ത ബന്ധമുള്ള ഒരു ഉന്നതനാണ് പണം വാങ്ങിയതെന്നാണ് വിവരം. ഇതിന് ഇടനില നിന്നത് നിലവിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ 1-ാം പ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയാണെന്നും വ്യവസായി മൊഴി നൽകിയിട്ടുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ അന്വേഷണം ഒരു വശത്തുകൂടി നീങ്ങുന്നതിനിടെയാണ് പുരാവസ്തു കടത്തും ചർച്ചയാകുന്നത്. D മണിയെ കണ്ടെത്താനാണ് SITയുടെ തീരുമാനം. ഇയാളെ വിശദമായി ചോദ്യം ചെയ്യും. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ റിമാൻഡിൽ കഴിയുന്ന ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധന്റെ ജാമ്യ ഹർജിയിൽ സർക്കാരിനോട് ഹൈക്കോടതി ഇന്ന് വിശദീകരണം തേടി. ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് കേസിൽ ഉൾപ്പെടുത്തി തന്റെ സ്വന്തം സ്വർണം SIT പിടിച്ചെടുത്തെന്നാണ് ഗോവർദ്ധന്റെ ആരോപണം. ഒപ്പം സ്പോൺസർ എന്ന നിലയിൽ 2019 മുൻപ് പലപ്പോഴായി 84 ലക്ഷം രൂപയുടെ സംഭാവന ശബരിമലയ്ക്ക് നൽകിയിട്ടുണ്ട് എന്നും ഗോവർദ്ധൻ ഹർജിയിൽ പറയുന്നുണ്ട്. എന്തായാലും ക്രിസ്മസ് അവധിക്ക് ശേഷം ഹർജി പരിഗണിക്കാനായി മാറ്റി. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ 10-ാം പ്രതിയായ സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധൻ പ്രത്യേക അന്വേഷണ സംഘത്തിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചാണ് ജാമ്യാപേക്ഷ നൽകിയത്. 2019 തന്നെ സ്വർണത്തിന്റെ പണം ദേവസ്വം ബോർഡിന് മടക്കി നൽകിയിട്ടും SIT തന്നെ ഭീഷണിപ്പെടുത്തി 475 ഗ്രാമോളം 24 കാരറ്റ് സ്വർണം പിടിച്ചെടുത്തെന്നാണ് ഗോവർദ്ധന്റെ ആരോപണം. 2019 ദ്വാരപാലക ശില്പങ്ങളുടെ അറ്റകുറ്റപ്പണിക്ക് ശേഷം ബാക്കി വന്ന 475 ഗ്രാമോളം സ്വർണത്തിന് പകരമായി 9,99,000 രൂപ ഡിമാൻഡ് ഡ്രാഫ്റ്റായി ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസറുടെയും ശ്രീധർമ്മശാസ്ത്ര അന്നദാന ട്രസ്റ്റിന്റെയും പേരിൽ നൽകിയെന്ന് ഗോവർദ്ധൻ ജാമ്യാപേക്ഷയിൽ പറയുന്നു. 2.5 ലക്ഷം രൂപയുടെ സ്വർണ്ണമാല മാളികപ്പുറത്തമ്മയ്ക്കും കൂടാതെ 43,000 രൂപ ഇൻഷുറൻസിനായും നൽകി. പൂജയ്ക്കും കാണിക്കയായും സംഭാവനയുമായും മുടക്കിയതിനു പുറമെ ഇപ്പോൾ 60 ലക്ഷം രൂപ വിലയുള്ള 24 കാരറ്റ് ഇറക്കുമതി ചെയ്ത സ്വർണ്ണ ബിസ്ക്കറ്റ് SIT പിടിച്ചെടുത്തെന്നാണ് ഗോവർദ്ധന്റെ പരിദേവനം. ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളി കടത്തിയ കേസിൽ 13-ാം പ്രതിയും കട്ടിളപ്പാളി കേസിലെ 10-ാം പ്രതിയുമായ ഗോവർദ്ധൻ മാളികപ്പുറത്തമ്മയ്ക്ക് ചാർത്താൻ നൽകിയ 10 പവന്റെ സ്വർണ്ണമാല 2 വർഷത്തിന് ശേഷം രസീത് ആവശ്യപ്പെട്ടപ്പോഴാണ് ദേവസ്വത്തിന്റെ കണക്കിൽ വരവ് വെച്ചത്. ഗോവർദ്ധൻ ഉണ്ണികൃഷ്ണൻ പോറ്റി വഴി നൽകിയ മാല കണക്കിൽ ഉൾപ്പെടുത്താതെ മാളികപ്പുറത്തമ്മയ്ക്ക് ചാർത്തി പൂജ നടത്തി വരികയായിരുന്നു.
ഗോവർദ്ധന്റെ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി സർക്കാരിനോട് വിശദീകരണം തേടി. ഹർജി ഈ മാസം 30-ന് വീണ്ടും പരിഗണിക്കും. അമൃത ന്യൂസ്, കൊച്ചി. SITക്കും ഇഡിക്കും പിന്നാലെ ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് അന്വേഷിക്കാൻ CBI കൂടിയെത്തുമോ? കോടതി നിർദ്ദേശിച്ചാൽ അന്വേഷിക്കാൻ തയ്യാറെന്ന CBI ഹൈക്കോടതിയിൽ നിലപാട് അറിയിച്ചിരിക്കുന്നു. CBI അന്വേഷണം ആവശ്യപ്പെട്ട് രാജീവ് ചന്ദ്രശേഖർ നൽകിയ പൊതു താൽപര്യ ഹർജി കോടതി ക്രിസ്മസ് അവധി കഴിഞ്ഞ് പരിഗണിക്കും. ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ വ്യാപ്തി സംസ്ഥാനാന്തരവും രാജ്യാന്തരവുമായതിനാൽ സംസ്ഥാന പോലീസിലെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പരിധിയിൽ നിൽക്കുന്നതല്ല എന്നതാണ് രാജീവ് ചന്ദ്രശേഖരന്റെ പ്രധാന വാദം. കടൽ കടന്നു പോയെന്ന് സംശയിക്കുന്ന തൊണ്ടി മുതൽ വീണ്ടെടുക്കണമെങ്കിലും അന്താരാഷ്ട്ര അന്തർ സംസ്ഥാന കുറ്റവാളികളെ കണ്ടെത്തി നിയമത്തിന് മുൻപിൽ എത്തിക്കണമെങ്കിലും കേന്ദ്ര ഏജൻസികളുടെ വിപുലമായ അധികാരം ഉപയോഗിക്കേണ്ടി വരും. SIT അന്വേഷണം ഉന്നതരിലേക്ക് എത്താതെ മെല്ലെപ്പോക്കിലാണെന്ന ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ നിരീക്ഷണവും SITയെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ മുതിർന്ന IPS ഉദ്യോഗസ്ഥർ നിയന്ത്രിക്കുന്നുവെന്ന ആരോപണവും BJP അധ്യക്ഷന്റെ ഹർജിയുടെ പ്രസക്തി വർദ്ധിപ്പിക്കുന്നു. അന്വേഷണം കോടതി നിർദ്ദേശപ്രകാരം ഏറ്റെടുക്കാൻ തയ്യാറാണെന്നാണ് CBI നിലപാട്. അടുത്ത തവണ ഹർജി പരിഗണിക്കുമ്പോൾ CBI ഇത് രേഖാമൂലം കോടതിയെ അറിയിച്ചേക്കും. CBI അന്വേഷണത്തിന് പുറമെ കഴിഞ്ഞ 10 വർഷത്തെ ശബരിമലയിൽ ലഭിച്ച കാണിക്കയും സംഭാവനയും വഴിപാട് സ്വർണവും പ്രത്യേകമായി ഓഡിറ്റ് ചെയ്ത് റിപ്പോർട്ട് വരുത്തണമെന്നും രാജീവ് ചന്ദ്രശേഖർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. സ്വർണ്ണക്കൊള്ളക്കാർ 4 പഞ്ചലോഹ വിഗ്രഹങ്ങൾ വരെ വിദേശത്തേക്ക് കടത്തിയെന്ന വെളിപ്പെടുത്തലുകളുടെ പശ്ചാത്തലത്തിൽ രാജീവ് ചന്ദ്രശേഖരന്റെ ഹർജി അതീവ ഗൗരവമർഹിക്കുന്നു. ഇപ്പോൾ പ്രതിയായി ജയിലിൽ കഴിയുന്ന CPM നേതാവ് പത്മകുമാറിന്റെ ബോർഡംഗമായിരുന്ന ശങ്കർദാസിന് സ്വർണ്ണക്കൊള്ളക്കേസിൽ കൂട്ടുത്തരവാദിത്വമുണ്ടെന്ന സിംഗിൾ ബെഞ്ച് ഉത്തരവിലെ പരാമർശവും ശങ്കർദാസിന്റെ മകൻ ഹരിശങ്കർ അടക്കമുള്ള മുതിർന്ന IPS ഉദ്യോഗസ്ഥർ SITയെ നിയന്ത്രിക്കുന്നുവെന്ന പ്രതിപക്ഷത്തിന്റെ ആരോപണവും കൂടി കൂട്ടിവായിക്കുമ്പോൾ രാജീവ് ചന്ദ്രശേഖരന്റെ ഹർജിക്ക് വലിയ രാഷ്ട്രീയ പ്രാധാന്യവും കൈവരുന്നു. ശബരിമല സ്ത്രീ പ്രവേശനത്തിന് ചുക്കാൻ പിടിച്ച IPS ഓഫീസർ ഹരിശങ്കർ അന്ന് തന്നെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. ഇതിനിടെ ഹർജിയിൽ കക്ഷി ചേരാനെത്തിയ വ്യക്തി കോടതിയിലെത്താത്തതിന് 10,000 രൂപ കോടതി പിഴ ചുമത്തി. അവധിക്ക് ശേഷം ദേവസ്വം ബെഞ്ച് തന്നെ ഈ ഹർജിയും പരിഗണിച്ചാൽ CBIയുടെ അനുകൂല നിലപാട് പ്രതീക്ഷ നൽകുന്നതാണ്. അമൃത ന്യൂസ്, കൊച്ചി. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ SITയുടെ മേൽ സമ്മർദ്ദമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. അന്വേഷണം അട്ടിമറിക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ശ്രമിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. 2 IPS ഉദ്യോഗസ്ഥരാണ് ഈ ശ്രമം നടത്തുന്നതെന്നും അവർ പിന്മാറിയില്ലെങ്കിൽ പേര് വെളിപ്പെടുത്തുമെന്നും പ്രതിപക്ഷ നേതാവ് കൂട്ടിച്ചേർത്തു. ഞാനൊരു ഗുരുതരമായ ആരോപണം ഉന്നയിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ചുമതലപ്പെടുത്തിയ 2 മുതിർന്ന IPS ഉദ്യോഗസ്ഥർ SITയുടെ മീതെ, SITയിലെ ഉദ്യോഗസ്ഥന്മാർക്ക് മീതെ അനാവശ്യമായ സമ്മർദ്ദം ചെലുത്തുകയും അവരെ സ്വാധീനിക്കാൻ ശ്രമിക്കുകയും ചെയ്യാം. ദയവീത് അവരതിൽ നിന്ന് പിന്മാറണം. മുഖ്യമന്ത്രിയുടെ ഓഫീസും പിന്മാറണം. ഇല്ലെങ്കിൽ ഞങ്ങൾ അവരെ ഈ 2 മുതിർന്ന 2 IPS ഉദ്യോഗസ്ഥരുടെ പേര് വിവരം വെളിപ്പെടുത്തേണ്ട ഗതികേടിലേക്ക് പറയാൻ പാടില്ല നോർമൽ കേസിൽ. പക്ഷെ ഇത് അവർ തുടർന്നാൽ ഉറപ്പായിട്ട് പേര് പറയും. സ്വർണ്ണക്കൊള്ളക്കേസ് പിടിയിലായ പ്രതികളെ CPMന് ഭയമെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിലെ യഥാർത്ഥ പ്രതികൾ സ്വൈര്യ വിഹാരം നടത്തുകയാണ്. സ്വർണ്ണക്കൊള്ളയ്ക്കും പ്രതികൾക്കും രാഷ്ട്രീയ സംരക്ഷണമുണ്ട്. തൊണ്ടി മുതൽ എവിടെ പോയെന്ന് പോലും അറിയില്ല. പ്രതികൾക്കെതിരെ നടപടിയെടുക്കാത്തത് ദുരൂഹമാണ്. പ്രതികൾക്ക് രാഷ്ട്രീയ സംരക്ഷണമുണ്ടെന്ന് ചെന്നിത്തല ആവർത്തിച്ചു. യഥാർത്ഥ പ്രതികളെ കണ്ടെത്താൻ SIT ഇനി വൈകാൻ പാടില്ല. ഇതിൻ്റെ യഥാർത്ഥ പ്രതികൾ ഇപ്പോഴും സ്വൈരവിഹാരം നടത്തുകയാണ്. ഉന്നത രാഷ്ട്രീയ നേതാക്കളിലേക്ക് ഇതിൻ്റെ അന്വേഷണം കടന്നു പോയിട്ടില്ല. വാസ്തവത്തിൽ 2 ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരായിരുന്ന മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരായിരുന്ന ആളുകൾ മാത്രം വിചാരിച്ചാൽ ഇത്രയും വലിയ ഒരു കൊള്ള നടത്താൻ സാധ്യമല്ല. അതിന് പൊളിറ്റിക്കൽ പാട്രണേജ് ഉണ്ട്, രാഷ്ട്രീയ സംരക്ഷണമുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ UDF നേതാക്കൾക്കൊപ്പമുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ചിത്രം ഉയർത്തിക്കാണിച്ച് മന്ത്രി V ശിവൻകുട്ടി. 2016 മുൻപ് നടന്ന ആ സംഭവങ്ങളൊന്നും പിണറായി വിജയൻ സർക്കാരിന്റെ തലയിൽ കെട്ടിവെക്കാൻ കഴിയില്ലെന്നും സോണിയാഗാന്ധിയുടെ വസതിയിൽ പോറ്റി പലതവണ സന്ദർശനം നടത്തിയെന്നും അദ്ദേഹം പറഞ്ഞു. പ്രതിപക്ഷ നേതാക്കളുടെയും അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെയും കൂടെ നിൽക്കുന്ന ഫോട്ടോ പുറത്തുവന്ന സ്ഥിതിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധം വെളിപ്പെടുത്താൻ തയ്യാറാണോ എന്നും മന്ത്രി ശിവൻകുട്ടി ചോദിച്ചു. സോണിയാഗാന്ധി പിന്നെ അതിന് ഇതിൽ കൂടെ നിൽക്കുന്ന പോറ്റി ജയിലിൽ സോണിയാഗാന്ധിക്ക് ഒരു ബന്ധമില്ലെങ്കിൽ ഇങ്ങനെ ഇത്തിരി അടുത്ത് നിൽക്കും.
2016 മുൻപ് നടന്ന ഈ സംഭവങ്ങളുടെ ഉത്തരവാദിത്വം പിണറായി വിജയൻ്റെയോ LDF സർക്കാരിൻ്റെയോ തലയിൽ കെട്ടിവയ്ക്കാൻ കഴിയില്ല. ഏറ്റവും ഞെട്ടിക്കുന്ന വിവരം മറ്റൊന്നാണ്. കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിയുടെ വസതിയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി പലതവണ സന്ദർശനം നടത്തിയിട്ടുണ്ട്. അതെന്താ സോണിയാഗാന്ധി ആയതുകൊണ്ട് പിന്നെ പറയാൻ പത്രങ്ങളിൽ പ്രസിദ്ധീകരിക്കാൻ പാടില്ലേ? അല്ലെങ്കിൽ സർക്കാരിന്റെ ആശ്രിത വാത്സല്യം അവസാനിച്ചു. കൈക്കൂലി കേസിൽ ജയിൽ DIG MK വിനോദ് കുമാറിന് സസ്പെൻഷൻ. വിജിലൻസ് രജിസ്റ്റർ ചെയ്ത കേസിൽ റിപ്പോർട്ട് നൽകി 4 ദിവസത്തിനു ശേഷമാണ് നടപടി സ്വീകരിച്ചത്. ദക്ഷിണ മേഖല DIG റിപ്പോർട്ട് നൽകിയെങ്കിലും ആഭ്യന്തര വകുപ്പ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനുണ്ട് എന്നായിരുന്നു വകുപ്പ് തല നിലപാട്. അനധികൃത സ്വത്ത് സമ്പാദനത്തിലും MK വിനോദ് കുമാറിനെതിരെ അന്വേഷണം തുടരുകയാണ്. ലക്ഷങ്ങൾ കൈക്കൂലി വാങ്ങി ജയിലിനുള്ളിലും പരോൾ നൽകാനും പ്രതികൾക്ക് സൗകര്യമൊരുക്കി എന്ന കേസിലാണ് ജയിൽ ഹെഡ്ക്വാർട്ടേഴ്സ് DIG MK വിനോദ് കുമാറിനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത്. വിജിലൻസ് നടത്തിയ അന്വേഷണത്തിൽ റിപ്പോർട്ട് നൽകി 4 ദിവസങ്ങൾക്ക് ശേഷമാണ് നടപടി. സർവീസ് അവസാനിക്കാൻ 4 മാസം ശേഷിക്കെയാണ് സസ്പെൻഷൻ. അന്വേഷണം അവസാനിക്കുന്നതുവരെ സസ്പെൻഷനിൽ തുടർന്നേക്കും. TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളായ കൊടിസുനി, അണ്ണൻ സജിത്ത് എന്നിവരുടെ സുഹൃത്തുക്കളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും പരോളിനായി കൈക്കൂലി കൈപ്പറ്റിയെന്നാണ് കണ്ടെത്തൽ. അനധികൃത സ്വത്തു സമ്പാദനത്തിലും അന്വേഷണം തുടരുകയാണ്. തടവുകാർക്ക് ജയിലിനുള്ളിൽ സൗകര്യങ്ങൾ നൽകുന്നതിനും ഉദ്യോഗസ്ഥരുടെ സ്ഥലമാറ്റത്തിനും പണം കൈപ്പറ്റിയതായും ആരോപണം ഉയർന്നിട്ടുണ്ട്. 2024 മാർച്ച് മുതൽ 2025 നവംബർ വരെ 1,80,000 രൂപ കൈക്കൂലി വാങ്ങിയെന്ന പരാതിയിൽ ഈ മാസം 16-നാണ് വിജിലൻസ് കേസ് രജിസ്റ്റർ ചെയ്തത്. വിജിലൻസ് ഡയറക്ടർ മനോജ് എബ്രഹാം നേതൃത്വം നൽകുന്ന തിരുവനന്തപുരം സ്പെഷ്യൽ യൂണിറ്റാണ് കേസിൽ അന്വേഷണം നടത്തുന്നത്. തടവുകാരിൽ നിന്നും പതിവായി പണം വാങ്ങുന്നവരുടെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് DIG വിനോദ് കുമാറിനെതിരെ തെളിവുകൾ ലഭിച്ചത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കൊച്ചിയിൽ യുവതിക്ക് നേരെയുള്ള CIയുടെ മർദ്ദനത്തിൽ സംഭവം പുറത്തുവന്ന ഉടൻ തന്നെ നടപടിയെടുത്തതായി DGP ഇറവാട ചന്ദ്രശേഖർ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ അന്വേഷണം നന്നായി തന്നെ മുന്നോട്ട് പോകുന്നതായും DGP പറഞ്ഞു. ന്യൂസ് കിട്ടിയതിനു ശേഷം ഉടൻ തന്നെ അദ്ദേഹത്തിന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വകുപ്പുള്ള അന്വേഷണത്തിന് വേണ്ടി ഓർഡർ ചെയ്തിട്ടുണ്ട്. പറ്റുന്ന നടപടി ഉണ്ടാവും അതിലേക്ക്. തീർച്ചയായിട്ടും എന്ത് പരാതി വരുവാണെങ്കിൽ അതിൽ നമുക്ക് 100% അന്വേഷിക്കും. അതിൽ ആവശ്യം നമ്മൾ സ്വീകരിക്കും. അല്ലേ? ഇദ്ദേഹം പറഞ്ഞ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, SIT വളരെ എഫിഷ്യൻ്റായിട്ട് ഇത് അഡ്മിനിസ്ട്രേഷൻ ചെയ്യുന്നുണ്ട്. അതിന് ദാറ്റ് ടു അണ്ടർ ദ ഡയറക്റ്റ് സൂപ്പർവിഷൻ ഓഫ് ദി Honorable High Court of Kerala. That's the sufficient. I think that they are regularly monitoring our investigation. അങ്ങനെ സാധ്യത കുറവാണ് ഇതിലേക്ക്. കൊച്ചി കോർപ്പറേഷൻ മേയർ സ്ഥാനം VK മിനിമോളും ഷൈനി മാത്യുവും ചേർന്ന് പങ്കിടാൻ തീരുമാനം. കോൺഗ്രസ് കൗൺസിലർമാരിൽ ഭൂരിഭാഗം പേരുടെയും പിന്തുണ VK മിനിമോൾ, ഷൈനി മാത്യു എന്നിവർക്ക് ലഭിച്ചതോടെയാണ് KPCC ജനറൽ സെക്രട്ടറി കൂടിയായ ദീപ്തി മേരി വർഗീസിന്റെ സാധ്യത കുറഞ്ഞത്. വർഷങ്ങളായി സംസ്ഥാന കോൺഗ്രസ് ഘടകത്തിൻ്റെ ഫ്രെയിമിൽ സ്ഥിരമായി നമ്മൾ കാണുന്ന വനിതാ നേതാവിൻ്റെ മുഖം. പാർട്ടിക്കായി വർഷങ്ങളായി വിടുപണി ചെയ്യുന്ന സീനിയറായ വനിതാ നേതാവ് ഒടുവിൽ സമുദായ കാർഡുകൾ ഉയർത്തി AI ഗ്രൂപ്പുകൾ കളിച്ചപ്പോൾ അവർ കളത്തിന് പുറത്തായി. എന്തായാലും കൊച്ചി കോർപ്പറേഷനിലെ കോൺഗ്രസിൻ്റെ വിജയത്തിൻ്റെ തിളക്കം കെടുത്തിയിരിക്കുന്നു മേയർ സ്ഥാനത്തിലുണ്ടായ തർക്കവും ദീപ്തി മേരി വർഗീസിനെ തഴഞ്ഞത്. നല്ല ഭൂരിപക്ഷം ലഭിച്ചതോടെ കൊച്ചി മേയർ തെരഞ്ഞെടുപ്പ് എളുപ്പമാകുമെന്നായിരുന്നു പ്രതീക്ഷ. എന്നാൽ മേയറെ നിശ്ചയിക്കുന്നതിനെ ചൊല്ലി കോൺഗ്രസിൽ ശക്തമായ ഭിന്നതയാണ് ഉണ്ടായത്. KPCC ജനറൽ സെക്രട്ടറി ദീപ്തി മേരി വർഗീസിനെയാണ് മേയർ സ്ഥാനത്തേക്ക് പരിഗണിച്ചിരുന്നത്. എന്നാൽ പിന്നീട് A ഗ്രൂപ്പിന്റെ പിന്തുണ ഷൈനി മാത്യുവിന് വന്നതോടെ VK മിനിമോളുടെയും ഷൈനി മാത്യുവിന്റെയും പേരുകൾക്ക് മുൻഗണന ലഭിക്കുകയായിരുന്നു. DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ്, UDF ജില്ലാ ചെയർമാൻ ഡൊമിനിക് പ്രസന്റേഷൻ, മുതിർന്ന നേതാവ് N വേണുഗോപാൽ എന്നിവർ ഉൾപ്പെട്ട കോർ കമ്മിറ്റി കോൺഗ്രസ് കൗൺസിലർമാരുടെ അഭിപ്രായം തേടിയിരുന്നു. മേയർ സ്ഥാനത്തേക്ക് VK മിനിമോളെയും ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് ദീപക് ജോയിയെയും തീരുമാനിച്ചതായി DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് പറഞ്ഞു. എല്ലാ വശങ്ങളും പരിശോധിച്ചാണ് തീരുമാനമെടുത്തതെന്നും DCC പ്രസിഡന്റ് പറഞ്ഞു. UDFന്റെ നേതാക്കന്മാരുമായി ചർച്ച നടത്തി, കോൺഗ്രസിന്റെ വിവിധ തലങ്ങളിലുള്ള മുതിർന്ന നേതാക്കന്മാർ ഉൾപ്പെടെയുള്ള ആളുകളുമായി ചർച്ച നടത്തി, UDFന്റെ കോർ കമ്മിറ്റി കൂടി അതിനകത്ത് എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ച് കഴിഞ്ഞ 3 ടേമായി കൗൺസിലിലെ വിവിധ പദവികൾ അലങ്കരിച്ച ഈ പ്രാവശ്യം 4ാമത്തെ ടേമായി ജയിച്ചു വന്ന ശ്രീമതി VK മിനിമോൾ മേയർ സ്ഥാനാർത്ഥിയായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രതിനിധിയായി ഈ 26-ാം തീയതി നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും.
VK മിനിമോൾക്കും ഷൈനി മാത്യുവിനുമാണ് കൗൺസിലർമാരിൽ നിന്നും ഏറ്റവും കൂടുതൽ പിന്തുണ ലഭിച്ചത്. VK മിനിമോൾക്ക് 17 പേർ പിന്തുണ നൽകിയപ്പോൾ ഷൈനി മാത്യുവിന് 19 പേരുടെ പിന്തുണ ലഭിച്ചു. ദീപ്തി മേരി വർഗീസിന് 4 പേരുടെ പിന്തുണ മാത്രമാണ് ലഭിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ 2.5 വർഷം വീതം ഇരുവർക്കും സ്ഥാനം നൽകാനാണ് നിലവിലെ ധാരണ. ആദ്യ ടേമിൽ VK മിനിമോൾ മേയറാകും. കൊച്ചി കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കാത്തതിൽ മുസ്ലിം ലീഗിന് അതൃപ്തിയുണ്ട്. ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കണം എന്നാവശ്യപ്പെട്ട് ലീഗ് കത്ത് കൊടുത്തിരുന്നു എന്നാണ് മുസ്ലിം ലീഗ് നേതാക്കൾ പറഞ്ഞത്. നാളെ ലീഗ് ജില്ലാ നേതൃയോഗം വിളിച്ചിട്ടുണ്ട്. ചർച്ചയ്ക്ക് മുൻപ് കോൺഗ്രസ് തീരുമാനമെടുത്തത് ശരിയായ പ്രവണതയല്ല. ഒന്നിച്ചിരുന്ന് വീതിച്ചെടുക്കേണ്ടതാണ് പദവികൾ എന്നാണ് ലീഗിന്റെ നിലപാട്. AI ഗ്രൂപ്പുകളുടെ സമ്മർദ്ദമാണ് ദീപ്തിയുടെ മേയർ പദവിക്ക് വിനയായത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ദീപ്തി മേരി വർഗീസിനെ പരിഗണിക്കാമെന്ന ധാരണയും ഉണ്ടായിട്ടുണ്ടെന്നാണ് വിവരം. വെള്ളിയാഴ്ചയാണ് മേയർ ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പ്. അമൃത ന്യൂസ്, കൊച്ചി. കൊച്ചി മേയർ സ്ഥാനത്തേക്ക് സജീവമായി പരിഗണിക്കപ്പെട്ടിരുന്ന KPCC ജനറൽ സെക്രട്ടറി ദീപ്തി മേരി വർഗീസ് തന്റെ പേര് വെട്ടിയതിൽ KPCCക്ക് പരാതി നൽകി. KPCC സർക്കുലർ തെറ്റിച്ചാണ് മേയറെ തിരഞ്ഞെടുത്തത് എന്നാണ് ദീപ്തിയുടെ ആരോപണം. KPCCയുടെ നിരീക്ഷകൻ എത്തി കൗൺസിലർമാരെ കേൾക്കണമെന്നാണ് സർക്കുലറിൽ ഉള്ളത്. അതിൽ കൂടുതൽ പേർ അനുകൂലിക്കുന്ന ആളെ മേയറാക്കണമെന്നാണ് വ്യവസ്ഥ. ഗ്രൂപ്പ് നേതാക്കളായ ഡൊമിനിക് പ്രസന്റേഷനും N വേണുഗോപാലുമാണ് കൗൺസിലർമാരെ കേട്ടത്. തന്നെ ഒഴിവാക്കാൻ ബോധപൂർവം ശ്രമം നടന്നുവെന്നാണ് ദീപ്തിയുടെ പരാതി. രഹസ്യ വോട്ടെടുപ്പ് നടത്തിയില്ല. ജില്ലയ്ക്ക് പുറത്തു നിന്നുള്ള നേതാക്കൾ വോട്ടെടുപ്പിന് വന്നില്ല എന്നും പരാതിയുണ്ട്. അവർ പുറത്തു പറഞ്ഞ കണക്ക് അവിശ്വസനീയമാണെന്നും ദീപ്തി മേരി വർഗീസ് പറയുന്നു. ക്രിസ്മസ് ആഘോഷങ്ങൾക്കെതിരെ രാജ്യത്ത് നടക്കുന്ന അക്രമങ്ങളിൽ വലിയ ആശങ്കയിലാണ് കാത്തലിക് ബിഷപ്പ് കൗൺസിൽ ഓഫ് ഇന്ത്യ. ക്രിസ്മസ് ഭീഷണിയുടെ നിഴലിലാണെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഇടപെടണമെന്നും CBC ആവശ്യപ്പെടുകയാണ്. അതേസമയം BJPയുടെ യഥാർത്ഥ മുഖമാണ് പുറത്തുവരുന്നതെന്ന് കോൺഗ്രസ് സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP ആരോപിച്ചു. യഥാർത്ഥ വിഷയങ്ങളിൽ പ്രതികരിക്കാതെ തിരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ കോൺഗ്രസ് വടക്ക് നോക്കി യന്ത്രങ്ങളായി മാറിയെന്ന് BJP സംസ്ഥാന ഉപാധ്യക്ഷൻ ഷോൺ ജോർജും പ്രതികരിച്ചു. ഒഡീഷ, മധ്യപ്രദേശ്, ഡൽഹി ഉൾപ്പെടെ വിവിധ സംസ്ഥാനങ്ങളിൽ ക്രൈസ്തവ ആഘോഷങ്ങൾക്ക് നേരെ ആക്രമണം തുടർച്ചയായി ഉണ്ടായതോടെയാണ് ആശങ്ക രേഖപ്പെടുത്തി കാത്തലിക് ബിഷപ്പ് കൗൺസിൽ ഓഫ് ഇന്ത്യ രംഗത്തെത്തിയത്. മധ്യപ്രദേശിലെ ജബൽപൂരിലെ സംഭവം ഞെട്ടലുളവാക്കുന്നു. ക്രിസ്മസ് ഭീഷണിയുടെ നിഴലിലാണെന്ന് CBCI പറയുന്നു. സമാധാനപരമായി കരോളുമായി പോകുന്നവർക്ക് നേരെയും പള്ളിയിൽ പ്രാർത്ഥിക്കുന്നവർക്ക് നേരെയുമാണ് ആക്രമണങ്ങൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്ന് കാത്തലിക് ബിഷപ്പ് കൗൺസിൽ ആവശ്യപ്പെടുന്നു. വിഷയത്തിൽ BJPയെയും സംഘപരിവാർ സംഘടനകളെയും വിമർശിച്ച് കോൺഗ്രസ് രംഗത്തെത്തി. BJPയുടെ യഥാർത്ഥ മുഖമാണ് അക്രമങ്ങളിലൂടെ പുറത്തുവരുന്നതെന്ന് കോൺഗ്രസ് സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP. ക്രൈസ്തവർക്കൊപ്പമാണെന്ന തരത്തിൽ പ്രധാനമന്ത്രി ചില കാര്യങ്ങൾ ചെയ്യുകയാണ്. എന്നാൽ സംഘപരിവാർ സംഘടനകളും അദ്ദേഹത്തിന്റെ പാർട്ടിയും അവരുടെ സ്വഭാവം ഓരോ ദിവസവും കാണിക്കുകയാണെന്ന് KC വേണുഗോപാൽ കുറ്റപ്പെടുത്തി. അതേസമയം കോൺഗ്രസിന് മറുപടിയുമായി BJP സംസ്ഥാന ഉപാധ്യക്ഷൻ ഷോൺ ജോർജ് രംഗത്തെത്തി. യഥാർത്ഥ വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് കോൺഗ്രസിന്റെ ശ്രമമെന്ന് BJP സംസ്ഥാന ഉപാധ്യക്ഷൻ പറഞ്ഞു. ജമായത്തെ ഇസ്ലാമി കോൺഗ്രസ് കൂട്ടുകെട്ടിന് ദോഷം വരാതിരിക്കാനാണ് ബംഗ്ലാദേശിലെ ഹിന്ദുവേട്ടയ്ക്കെതിരെ കോൺഗ്രസ് പ്രതികരിക്കാത്തതെന്ന് ഷോൺ ജോർജ് വിമർശിച്ചു. ബംഗ്ലാദേശിൽ ഉൾപ്പെടെ ഈ നരഹത്യക്ക് പിന്നിൽ ഉള്ള ശക്തികൾ ഏതൊക്കെയാണ്? ജമാഅത്തെ ഇസ്ലാമിയുടെ നേരിട്ടുള്ള ഇൻവോൾവ്മെൻ്റ് ഉള്ള അക്രമങ്ങളാണ് ബംഗ്ലാദേശിൽ നടക്കുന്നത്. അതേ ജമാഅത്തെ ഇസ്ലാമിയെ സ്വന്തം ഘടകകക്ഷിയായിട്ടുള്ള ആക്കിയിട്ടുള്ള കോൺഗ്രസ്സിന് ഈ പ്രചരണങ്ങൾ ഇന്ത്യയിലേക്ക് വരുമ്പോൾ അത് കോൺഗ്രസ്സിന് ദോഷം ചെയ്യുമെന്നുള്ള വലിയ കാഴ്ചപ്പാടിലായിരിക്കാം. അതേസമയം പാലക്കാട് ആക്രമിക്കപ്പെട്ട കരോൾ സംഘത്തിന് പള്ളിയുമായി ബന്ധമില്ലെന്നും മാന്യമല്ലാത്ത രീതിയിൽ കരോളുമായി പോയാൽ അടികിട്ടുക സ്വാഭാവികമെന്നുമാണ് ഷോണിന്റെ പ്രതികരണം. അമൃത ന്യൂസ്, ന്യൂഡൽഹി. എൻ്റെ പൊന്നെ എന്ന് ഇന്ന് തലയിൽ കൈവച്ച് വിളിച്ചവർ നിരവധിയായിരിക്കും. സംസ്ഥാനത്ത് സ്വർണ്ണവില പവന് 1 ലക്ഷം പിന്നിട്ടു. 1,01,600 രൂപയാണ് ഒരു പവൻ സ്വർണത്തിൻ്റെ ഇന്നത്തെ വില. ഗ്രാമിന് 12,700 രൂപ. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ 43% വർധനമാണ് സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ഉണ്ടായിരിക്കുന്നത്. 2025 ജനുവരിയിൽ കേരളത്തിൽ ഒരു പവൻ സ്വർണത്തിന് വില 57,000 രൂപയായിരുന്നു.
11 മാസങ്ങൾക്കിടെ വില 43% ഉയർന്ന 1,01,600 രൂപയിലെത്തി. അന്താരാഷ്ട്ര മാർക്കറ്റിൽ സ്വർണ്ണവില $4,487 എത്തി. 2020 $2,000 അന്താരാഷ്ട്ര സ്വർണ്ണവില. US വെനസ്വേല ഭിന്നത രൂക്ഷമാകുന്നതും റഷ്യ യുക്രൈൻ സമാധാന നീക്കം പാളുമെന്ന ആശങ്കയും അന്താരാഷ്ട്ര മാർക്കറ്റിൽ സ്വർണ്ണവില ഉയരാൻ കാരണമായപ്പോൾ രൂപയുടെ മൂല്യത്തകർച്ചയാണ് രാജ്യത്ത് സ്വർണ്ണവില ഉയർത്തിയതിൽ പ്രധാന ഘടകം. അന്താരാഷ്ട്ര സ്വർണ്ണവില $4,500 എത്തിയതോടെ ആഭ്യന്തര വിപണിയിൽ സ്വർണ്ണവില 1,00,000 മുകളിലേക്ക് കുതിക്കുന്നു. സ്വർണ്ണവില കഴിഞ്ഞ 5 വർഷത്തെ വില പരിശോധിച്ചാൽ $2,500 വില വ്യത്യാസമാണ് അന്താരാഷ്ട്ര വിപണിയിലുണ്ടായത്. ആഭ്യന്തര വിപണിയിൽ 2020 40,000 രൂപയായിരുന്ന സ്വർണ്ണ വിലയാണ് ഒരു പവന് ഇന്നിപ്പോൾ 1,00,000 രൂപ കടക്കുന്നത്. 60,000 രൂപയുടെ വില വ്യത്യാസമാണ് വന്നിട്ടുള്ളത്. അമേരിക്കയിൽ പലിശ നിരക്ക് കുറയ്ക്കുമെന്നുള്ള സൂചനകൾ, അതുപോലെ തന്നെ ഭൗമരാഷ്ട്ര സംഘർഷങ്ങൾ, ഡോളറിൻ്റെ മൂല്യശോഷണം തുടങ്ങിയവയെല്ലാം സ്വർണ്ണവില ഉയരുന്നതിന് കാരണമായിട്ടുണ്ട്. ഇന്ത്യൻ രൂപയുടെ ദുർബലാവസ്ഥയും സ്വർണ്ണവില വർദ്ധിക്കുന്നതിന് കാരണമായിട്ടുണ്ട്. വൻകിട നിക്ഷേപകർ താൽക്കാലിക ലാഭമെടുപ്പ് നടത്തിയാൽ വിലയിൽ ചെറിയ കുറവ് വന്നേക്കാം. എന്നാൽ അന്താരാഷ്ട്ര വില $4,500 കടന്ന് മുന്നോട്ട് നീങ്ങിയാൽ കേരളത്തിൽ സ്വർണ്ണത്തിന് വീണ്ടും വലിയ തോതിൽ വില വർദ്ധിക്കും. സ്വർണ്ണ ഉപഭോഗത്തിൽ ഇന്ത്യയിൽ തന്നെ മുൻനിരയിലുള്ള സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളം. കേരളത്തിൽ 2,000 ടണ്ണിലധികം സ്വർണം ജനങ്ങളുടെ കൈവശമുള്ളതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. കേരളത്തിൽ ഒരു വർഷം നടക്കുന്ന സ്വർണം വിറ്റുവരവ് 125 മുതൽ 150 ടൺ വരെയാണ്. അതുകൊണ്ട് തന്നെ സ്വർണ്ണവിലയിലുണ്ടാകുന്ന വർധനവ് മലയാളികൾക്ക് നൽകുന്നത് വലിയ ആശങ്ക തന്നെയാണ്. അമൃത ന്യൂസ്, കൊച്ചി. ഈ ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷങ്ങളൊക്കെ അടുത്തിരിക്കെ താറാവ് കോഴി കർഷകർക്ക് തിരിച്ചടിയായി വീണ്ടും പക്ഷിപ്പനി വന്നിരിക്കുകയാണ്. ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഭോപ്പാലിലെ ലാബിൽ നടത്തിയ സാമ്പിൾ പരിശോധനയിലാണ് രോഗം സ്ഥിരീകരിച്ചത്. ക്രിസ്മസ് ന്യൂ ഇയർ വിപണി ലക്ഷ്യമിട്ട് കൃഷിയിറക്കിയ താറാവ് കോഴി കർഷകരാണ് നിലവിൽ പ്രതിസന്ധിയിലാകുന്നത്. ആലപ്പുഴയിൽ നെടുമുടി, ചെറുതന, കരുവാറ്റ, കാർത്തികപ്പള്ളി, അമ്പലപ്പുഴ തെക്ക്, പുന്നപ്ര തെക്ക്, തകഴി, പുറക്കാട് പഞ്ചായത്തുകളിൽ ഓരോ വാർഡിലാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. നെടുമുടിയിൽ കോഴികൾക്കും മറ്റുള്ളിടത്ത് താറാവിനുമാണ് രോഗബാധ. കോട്ടയത്ത് കുറുപ്പന്തറ, മാഞ്ഞൂർ, കല്ലുപുരയ്ക്കൽ, വേളൂർ എന്നീ വാർഡുകളിലാണ് രോഗബാധ. കാട, കോഴി എന്നിവയ്ക്കാണ് കോട്ടയത്ത് പ്രധാനമായും രോഗബാധ സ്ഥിരീകരിച്ചത്. നേരത്തെ കേരളത്തെ പക്ഷിപ്പനി മുക്ത സംസ്ഥാനമായി കേന്ദ്ര മൃഗസംരക്ഷണ വകുപ്പ് പ്രഖ്യാപിച്ചിരുന്നു. ഈ പ്രതീക്ഷയിൽ കൃഷിയിറക്കിയ കർഷകരാണ് ഇപ്പോൾ കൂടുതൽ ദുരിതത്തിലായിരിക്കുന്നത്. വിഷയത്തിൽ മൃഗസംരക്ഷണ വകുപ്പ് അടിയന്തര നടപടികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 2014 പക്ഷിപ്പനിയെ തുടർന്ന് കൊന്നൊടുക്കിയ പക്ഷികളുടെ നഷ്ടപരിഹാര തുക കർഷകർക്ക് ഇനിയും ലഭിക്കാനിരിക്കവെയാണ് അവരെ കൂടുതൽ ദുരിതത്തിലാക്കിക്കൊണ്ട് പുതിയ നടപടികളിലേക്ക് മൃഗസംരക്ഷണ വകുപ്പ് കടക്കുന്നത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ 50% വീതം നൽകേണ്ട നഷ്ടപരിഹാരത്തിന്റെ 12% കുറച്ചാണ് നിലവിൽ നൽകിയിരിക്കുന്നത്. ഇത് കർഷകർക്ക് ഇനിയും ലഭിക്കാനുണ്ട്. പക്ഷികൾക്ക് വാക്സിനേഷൻ നൽകാൻ സർക്കാർ ഇടപെടലുണ്ടാകാത്തതും മറ്റൊരു പ്രതിസന്ധിയാണ്. നിരവധി പ്രതിസന്ധികളെ മറികടന്ന് കൃഷിയിറക്കുമ്പോൾ ഉണ്ടായിരുന്ന ഏക പ്രതീക്ഷയായിരുന്നു ക്രിസ്മസ് ന്യൂ ഇയർ വിപണി. എന്നാൽ പക്ഷിപ്പനി വീണ്ടും വില്ലനായി എത്തിയതോടെ ഏക പ്രതീക്ഷയും അവസാനിക്കുന്ന നിലയിലാണ് ആലപ്പുഴ, കോട്ടയം ജില്ലകളിലെ താറാവ് കോഴി കർഷകർ. അമൃത ന്യൂസ്, ആലപ്പുഴ. ശ്രീലങ്കയ്ക്കെതിരായ രണ്ടാം T20യിൽ ഇന്ത്യയ്ക്ക് 7 വിക്കറ്റിന്റെ വിജയം. 129 റൺസ് വിജയലക്ഷ്യവുമായി ഇറങ്ങിയ ഇന്ത്യ 49 പന്ത് ബാക്കി നിൽക്കെ ലക്ഷ്യം കണ്ടു. ഷഫാലി വർമ്മയുടെ അർദ്ധ സെഞ്ചുറിയാണ് ഇന്ത്യയ്ക്ക് കരുത്തേകിയത്. ആദ്യം ബാറ്റ് ചെയ്ത ശ്രീലങ്ക 9 വിക്കറ്റ് നഷ്ടത്തിലാണ് 128 റൺസ് എടുത്തത്. ഇന്ത്യയ്ക്ക് വേണ്ടി വൈഷ്ണവിയും ശ്രീചരാനിയും 2 വിക്കറ്റുകൾ വീതം നേടി. പരമ്പരയിലെ അവസാന 3 മത്സരങ്ങൾക്ക് തിരുവനന്തപുരം കാര്യവട്ടം സ്റ്റേഡിയമാണ് വേദിയാവുക. മൂന്നാം T20ക്കായി ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീം നാളെ കേരളത്തിലെത്തും. പാലക്കാട് വാളയാർ ആൾക്കൂട്ട കൊലപാതകത്തിൽ 2 പേരെ കൂടി പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു. നേരത്തെ കസ്റ്റഡിയിലെടുത്ത പ്രദേശവാസികളായ ജഗദീഷ്, വിനോദ് എന്നിവരാണ് അറസ്റ്റിലായത്. ഇതോടെ കേസിൽ ആകെ അറസ്റ്റിലായവരുടെ എണ്ണം 7 ആയിട്ടുണ്ട്. സംഭവത്തിൽ ശക്തമായ നടപടിയെടുക്കണമെന്ന് ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി വിഷ്ണു ദേവ് സായി കേരളത്തോട് ആവശ്യപ്പെട്ടു. പ്രതികളെ കസ്റ്റഡിയിൽ ലഭിക്കാൻ പോലീസ് നാളെ കോടതിയെ സമീപിക്കും. കേസിൽ 15ഓളം പ്രതികൾ ഉണ്ട് എന്നാണ് പ്രത്യേക അന്വേഷണ സംഘം നൽകുന്ന സൂചന. ഇതിൽ പലരും രാംനാരായൺ മരിച്ചതോടെ കേരളം വിട്ടു. ഇവർക്ക് വേണ്ടിയുള്ള അന്വേഷണം തമിഴ്നാട്ടിലേക്കും വ്യാപിപ്പിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം.
വാളയാർ ആൾക്കൂട്ട കൊലപാതകത്തിൽ കൂടുതൽ പ്രതികൾക്കായി അന്വേഷണം തുടരുന്നതായി DGP റവാഡ ചന്ദ്രശേഖർ പ്രത്യേക അന്വേഷണ സംഘത്തിന് രൂപം നൽകിയിട്ടുണ്ട്. 5 പേർ പിടിയിലായെന്നും പോലീസിനെ സംബന്ധിച്ച് പ്രതികളെ അറസ്റ്റ് ചെയ്യുക എന്നതാണ് പ്രധാനമെന്നും അദ്ദേഹം പറഞ്ഞു. ബാക്കിയുള്ളത് രണ്ടാമത്തെ കാര്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതിലുള്ള പ്രതികൾ അറസ്റ്റ് ചെയ്യുക എന്നത് പോലീസിൻ്റെ ദൗത്യമാണ്. അത് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് ദാറ്റ് അതർ തിങ്സ് ഓഫ് നോ അവർക്കുള്ള എന്താണ് റിലേഷൻഷിപ്സോ അല്ലെങ്കിൽ അനുഭവങ്ങളോ ഇതെല്ലാം സെക്കൻഡറി ടു വാസ് ആക്ച്വലി. ദാറ്റ്സ് വാട്ട് ഐ ആം സേയിങ് ദർ ആർ സെക്കൻഡറി. ദ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് തിങ് ഈസ് ദർ ഈസ് എ ഡെത്ത് കേസ്, മർഡർ കേസ് ടേക്കൻ പ്ലേസ്. അതിനാവശ്യമുള്ള രീതിയിലുള്ള അന്വേഷണം ചെയ്യുക, അതിനെ പൂർണ്ണമായിട്ട് സമഗ്ര രീതിയിൽ അന്വേഷണം ചെയ്യുക ആൻഡ് ബ്രിങ് ജസ്റ്റിസ് ടു ദ വിക്ടിംസ് ഫാമിലി. ദാറ്റ്സ് മോർ ഇമ്പോർട്ടൻറ്റ് ഫോർ us. സംഘപരിവാറിന്റെ വർഗീയ മുഖമാണ് വാളയാറിലെ കൊലപാതകത്തിലൂടെ പുറത്തു വന്നതെന്ന് മന്ത്രി വി ശിവൻകുട്ടി. ബീഹാറിലും ഗുജറാത്തിലും നടത്തുന്ന രീതിയാണ് ഇവിടെയും പ്രയോഗിച്ചത്. പൊതുജനം അതീവ ജാഗ്രത പാലിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. സർക്കാർ ഇരയുടെ കുടുംബത്തോടൊപ്പമെന്നും അവർക്കുള്ള നഷ്ടപരിഹാര തുക ഉടൻ പ്രഖ്യാപിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. സംഘപരിവാർ രാജ്യമാകെ പടർത്തിക്കൊണ്ടിരിക്കുന്ന വർഗീയ വിദ്വേഷത്തിൻ്റെ ഇരയാണ് രാംനാരായൺ ബാഗേൽ. ഈ ക്രൂരകൃത്യത്തിന് പിന്നിലെ സംഘപരിവാർ ബന്ധം ഇപ്പോൾ മറനീക്കി പുറത്തു വന്നിരിക്കുകയാണ്. ഇത്തരം ആക്രമണങ്ങൾക്കെതിരെയും വിദ്വേഷ പ്രചരണങ്ങൾക്കെതിരെയും സമൂഹത്തിൽ നിന്ന് ശക്തമായ പ്രതിഷേധവും പ്രതിരോധവും ഉയർന്നു വരേണ്ടതായിട്ടുണ്ട്. കേരളത്തിൻ്റെ മതേതര മനസ്സിനെ തകർക്കുവാനുള്ള നീക്കങ്ങളെ ഒറ്റക്കെട്ടായി നേരിടണം.